വിമാനത്തിൽ നേരിട്ട് വെള്ളമൊഴിച്ച് പറത്തുകയാണെന്ന് വിചാരിക്കരുത്. ഗ്രീൻ ഹൈഡ്രജൻ എന്നൊരു സാങ്കേതിക വിദ്യയാണ് ഇതിന് പിന്നിൽ. വെള്ളത്തിന്റെ തന്മാത്രാ ഘടന 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അതിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കും. ഇങ്ങനെ വേർതിരിക്കുന്ന ഹൈഡ്രജൻ 2 രീതിയിലാണ് വിമാനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒന്ന്, ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ. ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ ഓക്സിജനും തമ്മിൽ രാസപ്രവർത്തനം നടത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ആ വൈദ്യുതി ഉപയോഗിച്ച് വിമാനത്തിന്റെ ഇലക്ട്രിക് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രക്രിയ. 2, സാധാരണ ഇന്ധനത്തിന് പകരം ഹൈഡ്രജൻ നേരിട്ട് കത്തിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഡയറക്റ്റ് കമ്പഷൻ എന്നൊരു രീതി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രക്രിയയ്ക്ക് ശേഷം വിമാനത്തിൽ നിന്ന് പുറന്തള്ളുന്നത് കാർബൺ പുകയ്ക്ക് പകരം വെറും ശുദ്ധമായ നീരാവി മാത്രമായിരിക്കും എന്നതാണ്. കഴിഞ്ഞ ഏപ്രിൽ 4-നായിരുന്നു ചൈന ഈ വിപ്ലവകരമായ പരീക്ഷണം നടത്തിയത്. 7.5 ടൺ ഭാരമുള്ള ഒരു കൂറ്റൻ ആളില്ലാ ചരക്ക് വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു. വെറും 16 മിനിറ്റ് കൊണ്ട് 36 കിലോമീറ്റർ ദൂരം ഈ വിമാനം സഞ്ചരിച്ചു. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിലായിരുന്നു യാത്ര. AEP-100 എന്ന പുതിയ ഹൈഡ്രജൻ ടർബോപ്രോപ്പ് എഞ്ചിനായിരുന്നു ആ വിമാനത്തിന്റെ കരുത്ത്. ചൈനയുടെ സ്വന്തം എയ്റോ എഞ്ചിൻ കോർപ്പറേഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ചൈനീസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇത്രയും വലിയ ശേഷിയുള്ള ഒരു ഹൈഡ്രജൻ എഞ്ചിൻ വിജയകരമായി പരീക്ഷിക്കുന്നത് ലോകത്തിൽ തന്നെ ഇതാദ്യമായാണ്. നിലവിൽ ലോകത്തിലെ പല പ്രമുഖ കമ്പനികളും ഹൈഡ്രജൻ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലാണ്. എന്നാൽ ഭൂരിഭാഗം കമ്പനികളും ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ചൈന ഡയറക്റ്റ് കമ്പഷൻ എന്ന വ്യത്യസ്തമായ വഴിയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്.